പ്രൈസ് ദി ലോർഡ്. നാം ആത്മീയ വളർച്ച സംബന്ധിച്ച പാഠങ്ങളാണ് ഈ ദിവസങ്ങളിൽ പഠിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരെ ദൈവവചനത്തിൽ ഉപമിച്ചിരിക്കുന്നത് എപ്രകാരമാണെന്ന് ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നലെ നാം ചിന്തിച്ചു, 1 അത് ശിശുവിനോട്, 2 കെട്ടിടത്തോട്, 3 വൃക്ഷത്തോട്, 4 ക്രിസ്തുവിന്റെ ശരീരത്തോട്. ആത്മീയ ജീവിതത്തിന്റെ ശൈശവാവസ്ഥയെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ ജനിച്ച ശിശു. 1 പത്രോസ് ലേഖനം 2:1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവീൻ. ഈ വാക്യങ്ങളിൽ കാണുന്ന ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ എന്നിവയെല്ലാം പുറത്തേക്ക് തള്ളേണ്ടവയും വചനം എന്ന മായമില്ലാത്ത പാൽ ഉള്ളിലേക്ക് സ്വീകരിക്കേണ്ടതുമാകുന്നു. മറ്റൊരു വസ്തുത, രക്ഷിക്കപ്പെടുക എന്നതും രക്ഷയ്ക്കായി വളരുക എന്നതും 2 കാര്യങ്ങൾ ആണ് ഉള്ളത്. വളർച്ചയിൽ പ്രാപിക്കേണ്ട ഒരു രക്ഷയെക്കുറിച്ച് പത്രോസ് ശ്ലീഹ ഇവിടെ വ്യക്തമാക്കുന്നു. എന്താണ് ഈ രക്ഷ? ഇവിടെ ശിശു ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു, അഥവാ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് രക്ഷയ്ക്കായി വളരണം. അതൊരിക്കലും 1 പത്രോസ് ലേഖനം 1:9 പറയുന്ന പോലുള്ള വിശ്വാസത്തിന്റെ അന്ധമായ ആത്മരക്ഷയല്ല. പിന്നെ ആത്മീയ വളർച്ചയിൽ നമ്മുടെ പല തെറ്റായിട്ടുള്ള സ്വഭാവങ്ങൾ, ദുർഗുണങ്ങൾ അല്ലെങ്കിൽ ദുർവാസനകൾ പരിത്യജിച്ച് ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന വർത്തമാനകാല ദൈഹിക രക്ഷയാണ്. അവിടെയാണ് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്നുള്ള രക്ഷ അല്ലെങ്കിൽ വേർപാട്. ഞാൻ എന്റെ വർത്തമാനകാല ജീവിതത്തിൽ ലൗകികമായ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള, ലോകത്തിന്റെ ക്രമത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ സിസ്റ്റം, വേൾഡിലി മാറ്റേഴ്സ്, നമ്മെ ആകർഷിക്കുന്ന, വശീകരിക്കുന്ന, മോഹിപ്പിക്കുന്ന ഈ ലോകത്തിന്റെ സകല സംവിധാനങ്ങളിൽ നിന്നുള്ള അതിനോടുള്ള എന്റെ വിരക്തി. അവിടെയാണ് ഒരു വിശ്വാസി ദൈവവചനമാകുന്ന ആ ജീവനിൽ കൂടെ രക്ഷയ്ക്കായി ദിനംതോറും വളരുന്നത്. അടുത്ത പ്രിയമുള്ളവരെ, പണിയപ്പെടുന്ന കെട്ടിടത്തോടാണ് 1 കൊരിന്ത്യർ ലേഖനം 3:10-15 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയെ ഉദാഹരിച്ചിരിക്കുന്നു. ഗിരിപ്രഭാഷണത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മത്തായി സുവിശേഷം 7:24, കർത്താവിന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ അടിസ്ഥാനമായിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാണ്. ഒരു ദിവസം കൊണ്ട് ഒരു വീട് പണിത് തീരുന്നില്ല. ക്രമാനുഗതമായ വളർച്ച അതിന് വേണം. ഒരു കെട്ടിടം ഒരിക്കലും തനിയെ വളരുന്നില്ല. അതിന്റെ അടിസ്ഥാനം ബലവത്തായിരുന്നാൽ എത്ര ഉയരം വരെയും ഒരു കെട്ടിടം പണിതുയർത്താം. ചാഞ്ഞു നിൽക്കുന്ന പിസാ ഗോപുരങ്ങൾ അപകടകരമാണ്. ദൈവത്തെ ഒഴിച്ചു നിർത്തിയുള്ള ബാബേൽ ഗോപുരങ്ങളും ഒരിക്കലും ഫലപ്രാപ്തിയിൽ എത്തുകയില്ല. എന്നാൽ നാം ഒരു പണിക്ക് പോകുമ്പോൾ, ഒരു പ്രവൃത്തിക്ക് ഏർപ്പെടുമ്പോൾ അതിനു മുമ്പേ അത് തീർക്കുവാൻ വകയുണ്ടോ എന്ന് നോക്കാതെ പണിയുന്നവനും ഒടുവിൽ പരിഹാസ്യനാവുക തന്നെ ചെയ്യും. എന്നാൽ പൗലോസ് ശ്ലീഹ പറയുന്നത്, ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ മേൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നീ രക്തങ്ങൾ കൊണ്ട് മനോഹരമായ ഒരു ആത്മീക സൗധം പണിതു വളർത്തുന്ന ജോലിയിലാണ് യഥാർത്ഥ ഒരു വിശുദ്ധ. ഒരു കെട്ടിടം പണിയിൽ കൃത്യമായ കണക്കുകൾ, ക്രമീകൃതമായ അതിന്റെ സ്റ്റേജിലുമുള്ള ഘടനകൾ, ആദ്യ ദിനം മുതലേ ആ പണിയിലുള്ള നിതാന്ത ജാഗ്രത അല്ലെങ്കിൽ കെട്ടുപണിയിലുള്ള കൃത്യത. ഒരു കെട്ടിടം പണിക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ റിസോഴ്സുകൾ, അസംസ്കൃത വസ്തുക്കൾ ആവശ്യമാണ്, എത്ര പേരുടെ സഹായം വേണം. ഒരിക്കലും ഒരു വിശ്വാസി തനിയെ വളരുന്നില്ല. ആത്മീയ വളർച്ച ഒരു കൂട്ടായ യജ്ഞമാണ്, പരിശ്രമമാണ്. ഒരു ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ ഇല്ലാത്തവന്റെ വളർച്ച വചനാനുസൃതമായിട്ടുള്ള വളർച്ചയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് കെട്ടിടത്തെ യോഗ്യമായ ആത്മീക സൗധമായി പണിയുന്നത്. എഫെസ്യർ ലേഖനം 1:20-22 വരെ ഇവിടെ നാം പഠിച്ചത്, ഓരോരുത്തർ എങ്ങനെ പണിയുന്നുവെന്ന് അവനവൻ നോക്കിക്കൊള്ളണം. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, ഞാൻ പ്രധാന ശില്പിയായി അടിസ്ഥാനമിടുന്നു. അത് ആഴെ കുഴിച്ച് അടിസ്ഥാനമുള്ള പാറയിൽ ഉറപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്തു എന്ന മൂലക്കല്ലോട് ചേർത്ത് വെച്ച് പണിയുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ദൈവരാജ്യത്തിന്റെ അല്ലെങ്കിൽ ദൈവസഭയുടെ നിർമ്മിതിയിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ പണി ഇതെങ്ങനെ ആയിരിക്കുന്നു? നിങ്ങളുടെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും നിങ്ങളുടെ യുക്തി കൊണ്ടും സമ്പത്ത് കൊണ്ടും അറിവ് കൊണ്ടും ലോകപ്രകാരമുള്ള ജ്ഞാനം കൊണ്ടൊക്കെ പണിയാം. പക്ഷെ വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്നത്, ഓരോരുത്തരുടെ പണി എന്നതെന്ന് തീ ശോധനയും. എന്നാൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഇവ കൊണ്ടുള്ള പണി ഒരിക്കലും വെന്തുപോകത്തില്ല, കെട്ടുപോകത്തില്ല, അത് ചാരമായി തീരത്തില്ല. എന്നാൽ ആരെങ്കിലും അതിന്മീതെ മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ ആ പണി ഒരിക്കലും നിലനിൽക്കുകയില്ല. എന്താണ് ഇന്നത്തെ മരം, പുല്ല്, വൈക്കോൽ? അത് മൂല്യത്തിൽ ഒരു വിലയുമില്ലാത്തതാണ്, ഗുണത്തിൽ ഒരു നന്മയില്ലാത്തതാണ്, വലിപ്പം കൊണ്ട് ഒരു പ്രയോജനമില്ലാത്തതാണ്. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ, ഈ മരം, പുല്ല്, വൈക്കോലിന്റെ പണിയാണ് നാം സാധാരണ ഇന്ന് കാണുന്നത്. അവിടെ മാനുഷ്യമായ ബന്ധങ്ങള്, സൗഹൃദങ്ങള്, താല്പര്യങ്ങള്, ഇഷ്ടങ്ങള്, ലോകത്തിന്റെ അഭിപ്രായങ്ങള്, ഈ ലോകത്തിന്റെ ജ്ഞാനം, നമ്മൾ പറയുന്ന പുകഴ്ചകള്, പ്രശംസകള്, ആശംസകള്, അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇതുകൊണ്ടെല്ലാം പണിയുന്നവർ ധാരാളമുണ്ട്. അതൊരിക്കലും ഒരു ആത്മീയ ഗ്രഹമാകത്തില്ല. നമ്മുടെ ഒരു കെട്ടിടമോ വീടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നിർമ്മിതി ആയിരിക്കും. അത് അവനവന്റെ കൃഷിയായിരിക്കും. നമുക്കൊരു പേരുണ്ടാകണം,
അതെന്റെ പെരുമയ്ക്ക് വേണ്ടിയും കീർത്തിക്ക് വേണ്ടിയും പ്രശംസയ്ക്ക് വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയും ഞാൻ പണിയപ്പെടുന്ന ബാബേലുകളാണ്. അതിന് സിയോനുമായിട്ടും നിത്യതയുമായിട്ടും സ്വർഗീയമായതുമായിട്ടും പുതിയ യെരൂശലേമായിട്ടും അതിന് ആത്മീയമായ ദൈവസഭയുമായിട്ടും ഒരു ബന്ധവുമില്ല. ദൈവത്തിന് വചനം പറയുന്നത് ഓരോരുത്തരുടെ പ്രവൃത്തി തീ ശോധനയും നിങ്ങളുടെ പ്രവൃത്തികളെന്ന് സംസാരിക്കും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവസ്ഥ നിൽക്കേണ്ടവരാണ്. റോമാലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് അന്ന് മനുഷ്യന്റെ സകല രഹസ്യങ്ങളെയും തന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരും, പ്രവൃത്തി വെളിപ്പെട്ട് വരും. മനുഷ്യൻ പറയുന്ന സകല നിസ്സാര വാക്കും അന്ന് ചോദ്യം ചെയ്യപ്പെടും. അത് മാത്രമല്ല, ഉൾപ്പുകളെയും നിലവുകളെയും ആരാഞ്ഞറിയുന്ന ദൈവം, ഹൃദയത്തിലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം, എന്റെ ചിന്തകൾക്ക് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായ മനോഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡാണ് ആക്ഷനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. പഴയ നിയമത്തിൽ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയായിരുന്നു പാപം. പഴയ നിയമത്തിൽ കോപത്തെക്കാൾ കൊലപാതകമാണ് പാപം. പഴയ നിയമത്തിൽ മോഹത്തെക്കാൾ മോഹിച്ചുണ്ടാകുന്ന ആ പ്രവൃത്തിയാണ് ദോഷമായി പാപമായി കണക്കിടുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ കോപവും മോഹവും എല്ലാം പാപമായിട്ട് മാറും. നമ്മൾ പലപ്പോഴും പാപത്തിന്റെ റിസൾട്ടിനോടാണ് നമ്മുടെ ബന്ധം. പക്ഷേ പുതിയ നിയമത്തിൽ അതിന് പിന്നിലുള്ള അതിന്റെ ഒരു ആത്മാവ്, പാപത്തിലേക്ക് എന്നെ നയിക്കുന്ന മോഹങ്ങൾ, താല്പര്യങ്ങൾ, ചിന്തകൾ, വികാര മേഖലകളിലെ എന്റെ മനോഭാവങ്ങൾ, പാപത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുന്നതിന് മുമ്പേ മോഹം ഗർഭം ധരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു വലിയ ആശയമാണ് ആത്മീയ വളർച്ചയിൽ പരിശുദ്ധമായി ഇന്ന് പലകാലം കൈമാറിയത്. വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ ഈ ദൂതുകൾ സഹായകരമായി തീരട്ടെ. ഒരിക്കലും ഉദാസീനതയോടുള്ള, അലംഭാവത്തോടുള്ള, നിർജീവത്തുകളിൽ, നിദ്രയിൽ, മയക്കത്തിൽ അല്ലെങ്കിൽ പിന്മാറ്റത്തിൽ ഉള്ള നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്കൊന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് ആത്മീയമായ ഉണർവ് പ്രാപിപ്പാൻ, ചൈതന്യപ്പെടുവാൻ, പുഷ്ടിപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ ഈ ദൂതുകൾ സഹായകരമായി. പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും തീയിൽ പിടിച്ചു നിൽക്കും. മരം, പുല്ല്, വൈക്കോല് തീയിൽ ഒരിക്കലും പിടിച്ചു നിൽക്കത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞ രക്തങ്ങൾക്ക് വലിപ്പത്തിൽ വളരെ ചെറുതാണ്, പക്ഷെ മൂല്യത്തിൽ വളരെ വിലയുണ്ട്. എന്നാൽ അവസാനം പറഞ്ഞ മരം, പുല്ല്, വൈക്കോൽ വലിപ്പത്തിൽ ഉന്നത ഭാവവും, പക്ഷെ അതിനത്തിൽ മൂല്യത്തിൽ ഒരു വിലയുമില്ല. തീയില് ഒരിക്കലും അത് പിടിച്ചു നിൽക്കുകയില്ല. നമ്മുടെ പണി എങ്ങനെയാണെന്ന്, ഇന്ന് എന്റെ അവസ്ഥ എന്താണെന്ന്, ആത്മീയ ജീവിതത്തിന്റെ ശൈശവത്തിൽ നിന്ന് ഞാൻ എപ്രകാരം എങ്ങോട്ട് മുൻപോട്ട് വളർന്നുവെന്ന് സ്വയം ശോധനയ്ക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ കുറവുകളെ കർത്താവ് ക്ഷമിക്കും. മുൻപോട്ട് ഓടുവാനുള്ള ശക്തിയും ബലവും ദൈവം നമുക്ക് നൽകും. നാം അനുഗ്രഹങ്ങൾ അനുഭവിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.